ഇന്നലെ കാസർഗോഡ് സമസ്തയുടെ 100-ാം വാർഷിക പ്രഖ്യാപനം വാർത്ത വന്നപ്പോൾ പിറ്റേ ദിവസം ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടുന്ന് എത്തിച്ചേരുമോ എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്ക മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുമ്പോൾ തീർത്തും ആശ്വാസത്തിന്റെ വാക്കാണ് ഷെയ്ഖുന ഉസ്താദ് അവർകൾ പറഞ്ഞത്. കഴിഞ്ഞ മാസം 26-ാം തീയതി മുംബൈയിൽ നടന്ന SSF ഗോൾഡൻ 50യുടെ മഹാസമ്മേളനത്തിൽ ഷെയ്ഖുനായുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടപ്പോഴും അവിടുന്ന് ധൈര്യം തന്നത്, അല്ല, നിങ്ങൾ ശക്തിയോടെ നടത്തിക്കോളൂ, ഞാൻ അവിടെ ഉണ്ടാകുമെന്നാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മളോട് കരുത്തോടെ ആത്മീയമായ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ മക്കളെ എന്ന് പറയാനുള്ള ഏറ്റവും ആധികാരികമായ ശബ്ദമാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പല സ്ഥലത്തും ആശങ്കകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനരായ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള SSFന്റെ ഒരു യാത്ര അങ്ങ് കശ്മീരിൽ നിന്ന് ആരംഭിക്കാൻ സമ്മതം ചോദിക്കുമ്പോൾ അവിടുന്ന് പതാക തന്നിട്ട് അള്ളാഹുവിന്റെ കാവലിൽ ഞങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഉസ്താദ് അവർകൾ ഫീ അമാനില്ല, അള്ളാഹുവിന്റെ സുരക്ഷയിൽ നിങ്ങൾ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ സെപ്റ്റംബർ 10-ാം തീയതി വരെയുള്ള നമ്മുടെ സംവിധാന യാത്ര നടന്നത്. ആ യാത്രയിലുടനീളം ഷെയ്ഖുന അവർകൾ നിർദ്ദേശിച്ചു തന്ന ചിട്ടകളും മര്യാദകളും പാലിച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക്, അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാൻ ആ സഞ്ചാരത്തിന് സാധിച്ചു എന്നത് സന്തോഷത്തോടുകൂടി പങ്കുവെക്കുകയാണ്. ഉടനെ തന്നെ ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി ഔദ്യോഗികമായി ഈ സദസ്സിനെ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ആശീർവദിക്കും. പ്രിയമുള്ളവരെ, ഇപ്പോ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിയണില്ല. അതോടൊപ്പം മഹാനരായ ഉസ്താദ് അവർകളെ പ്രയാസപ്പെടുത്തിയോ എന്ന് ആശങ്കപ്പെടുമ്പോ ദുഃഖം കൊണ്ടോ ഒന്നും പറയാൻ കഴിയണില്ല. പക്ഷേ നമുക്കിതുപോലെ വിളിച്ച് ക്ഷണിച്ച് തണൽ നേടാൻ ഇക്കാലത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ തണൽ മരമായതുകൊണ്ട് കുട്ടികളായ നമ്മൾ കരഞ്ഞ് നിർബന്ധം പിടിച്ച് ഉസ്താദ് അവർകൾ വരണമെന്ന് പറയുകയല്ലാതെ ഞങ്ങൾ വേറെ ആരോട് പറയാനാണ്? ഈ ലോകത്ത് ഉസ്താദിന്റെ തണലിൽ അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യണമെന്ന് നമ്മളെല്ലാവരും ആശിക്കുന്നു. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. കേവലം ഇവിടുത്തെ ഒരു തണൽ മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത് ലോക ഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് അരനൂറ്റാണ്ടിലേറെയായി എല്ലാ വർഷവും ഖത്മുൽ ബുഖാരി ഉസ്താദ് അവർകൾ അവിടുന്ന് ദർസ് നടത്തി പൂർത്തീകരിക്കുന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ അതിലേറെ ഉസ്താദ് അവരുടെ സന്നിധിയിലേക്ക് വന്ന് എത്രയോ സ്ഥാപനങ്ങൾ ഖത്മുൽ ബുഖാരിയും ആശീർവാദവും വാങ്ങിപ്പോകുന്ന ഇതുപോലെ ഒരു പണ്ഡിത സാന്നിധ്യം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഇവിടെയാണ്. ലോകത്ത് എന്ന് അത്യുക്തിയോടെ പറയല്ല, ഷെയ്ഖുന ഉസ്താദ് അവരുടെ ഇജാസാത്തുകൾ വാങ്ങാൻ ലോകത്തെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ കാത്തുനിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു വരുന്നത് നമ്മൾ അറിയുന്നു, കാണുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയെല്ലാമുള്ള ഷെയ്ഖുന ഉസ്താദ് അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കൊല്ലം ഖാദിസിയയ്ക്ക് കീഴിൽ 20 വർഷം മുമ്പ് ആരംഭിച്ച മഖ്ദൂമിയ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് തുടങ്ങിയെങ്കിലും ഒരു നിയോഗം പോലെ ഇവിടെ എത്തി. കഥയൊന്നും ഇപ്പോൾ പറയിൽ ഉചിതമല്ല. ഇവിടെ വന്ന് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മഖ്ദൂമിയയുടെ സാരഥ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം ഒരു 20-ാം വാർഷികം അഥവാ ഇവിടത്തെ ഇതിന്റെ ഓഫ് ക്യാമ്പസുകൾ, ഇതിൽ 2 ബാച്ച് വിദ്യാർത്ഥികൾ ലക്നോ സിറ്റിയിൽ താമസിച്ച് റെഗുലറായി കോളേജിൽ പോയി അതോടൊപ്പം ജാമിയത്തുൽ ഹിന്ദിന്റെ സിലബസ് പഠിച്ച് അവരുടെ
ഒഴിവുകാലങ്ങളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം നുകർന്നു കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള വലിയ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന്റെ ഓഫ് ക്യാമ്പസായി ബംഗാളിലും ബീഹാറിലുമായി ബംഗാളിലെ ഇസ്ലാംപൂരിൽ ഹിറ എഡ്യൂക്കേഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. 400ഓളം വിദ്യാർത്ഥികൾ വിജ്ഞാനം നുകരുന്നു. അവരിൽ നിന്ന് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിലെ 60 വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഉറുദുക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനം പ്രത്യേക നഗരിയിൽ 2 ദിവസമായി നടന്നിരുന്നു. ലക്നോ സിറ്റിയിൽ അൽ അസ്ഹറിന്റെ മുആദലയുള്ള ഈക്വലൈസേഷനുള്ള ജാമിഅത്തുൽ ഖുറ എന്ന അശ്റുൽ ഖിറാഅത്തിൽ പ്രത്യേകം സനദ് കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഖാരി യൂസുഫ് അസീസി സാഹബ് നമ്മുടെ വേദിയിലുണ്ട്. ഇതുപോലെ ഈ സ്ഥാപനത്തിന് പല വഴികളും ശൈഖുന ഉസ്താദ് അവരുടെ അനുഗ്രഹം കൊണ്ട്, സന്തോഷം കൊണ്ട്, ആശീർവാദം കൊണ്ട് അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ള മഹത്തായ ഒരു മുഹൂർത്തമാണിത്. ഇവിടെ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല.